94 മുതൽ 1994 ശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 125 വരെ, ഇതിനൊന്നും കറക്റ്റ് കണക്കിപ്പോഴും ഇല്ല, വരെ എന്നാണ്, ആയിരിക്കാം, ഉണ്ടാകാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അയാളുടെ കൊലപാതക പരമ്പരയുടെ കണക്കെടുത്താൽ പോലും 50 മുകളിൽ 100 വരെ എത്തിയേക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 50 മുകളിൽ ആളുകളെ കൊന്നിട്ടുണ്ടെന്നാണ് അയാളുടെ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. 50 ശേഷം എനിക്ക് എണ്ണാൻ പറ്റിയിട്ടില്ല എന്ന് അയാളുടെ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ ഇങ്ങനെയൊരു മൊഴി, അത് വിദ്യാഭ്യാസമുള്ളൊരു ക്രിമിനൽ പറയുന്നു എനിക്ക് പിന്നെ കൊന്ന ആളുകളുടെ എണ്ണം എടുക്കാൻ പറ്റുന്നില്ലെന്ന്. അയാൾ പറഞ്ഞൊരു കാര്യമാണിത്. അങ്ങനെ ധാരാളം ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അയാളുടെ മൊഴിയിൽ തന്നെ ഉള്ളൊരു കാര്യമാണ്. അപ്പം ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ മാഫിയ സംഘം തേടിയെത്തി, ആ മാഫിയ സംഘം ഇയാൾക്ക് വലിയ തുക ഓഫർ ചെയ്തു. അത് പ്രകാരം ഇയാളുടെ രോഗികളെയൊക്കെ തന്നെ ഇങ്ങനെ എത്തിച്ചു തുടങ്ങി. അങ്ങനെ എത്തിച്ചു തുടങ്ങി ഓരോ രോഗികളെയായി ഇയാൾ ഈ മാഫിയ സംഘത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. അവരുടെ വൃക്ക ഇയാൾ അവർക്ക് കൈമാറും. വൃക്കയെടുത്ത് അവർ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് വൃക്ക അടിച്ചു മാറ്റുന്നത്. അങ്ങനെ 125 വരെ പോയി. അതിനിടയിൽ ഇയാളുടെ ഈ ചികിത്സയെക്കുറിച്ചുള്ള പരാതികൾ വലുതായി. സാമ്പത്തികമായി ഇയാൾ മെച്ചപ്പെട്ടു, പക്ഷേ ചികിത്സയെക്കുറിച്ച് പരാതികൾ വലിയ രീതിയിൽ ഉയർന്നു. ഇയാളുടെ രോഗികൾക്കൊന്നും രോഗശമനം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അവർ വലിയ കുഴപ്പത്തിലേക്ക് പോകുന്നു.